പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലം എന്നാണ് ഇന്ന് പറവൂർ അറിയപ്പെടുന്നത്. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ 7792 വോട്ടിന് തോൽപ്പിച്ചായിരുന്നു നിയമസഭയിലേക്കുള്ള VD സതീശന്റെ അരങ്ങേറ്റം. ആ വിജയം പറവൂരിന്റെ കൃത്യമായ രാഷ്ട്രീയ മാറ്റത്തെയാണ് കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയത്. 2006-ലും 2011-ലും 2021-ലും സതീശൻ വിജയം ആവർത്തിച്ചു. അങ്ങനെ പറവൂർ UDFന്റെ കോട്ടയായി മാറി. CPIയുടെ സമുന്നതനായ നേതാവ് പന്ന്യൻ രവീന്ദ്രൻ, മുൻ മുഖ്യമന്ത്രി PKVയുടെ മകൾ ശാരദാ മോഹൻ തുടങ്ങി പ്രമുഖരെ കൊണ്ടുവന്ന് നേരിട്ടെങ്കിലും ഫലം കണ്ടില്ല. മണ്ഡലത്തിലെ മത്സ്യബന്ധന മേഖലകൾ, തൊഴിലാളി കേന്ദ്രങ്ങൾ, വ്യാപാരികൾ, മധ്യവർഗ കുടുംബങ്ങൾ, ഉൾനാടൻ പ്രദേശങ്ങൾ എന്നിവർക്കിടയിൽ വിശ്വാസം നേടിയെടുക്കാനായതാകാം ഒരുപക്ഷെ VD സതീശന് പറവൂരിൽ രക്ഷയായത്. പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്കാണ് പറവൂരിന്റെ രാഷ്ട്രീയ ചർച്ചകൾ എന്നും ചെന്നെത്തുന്നത്. തീരശോഷണം, മഴക്കാലത്തെ വെള്ളപ്പൊക്കം, തോടുകളുടെ ശോച്യാവസ്ഥ, ഉപ്പുവെള്ളം, ശുദ്ധജല വിതരണം, മത്സ്യബന്ധന മേഖലയിലെ വെല്ലുവിളികൾ എന്നിവ പതിവായി ചർച്ചയാകാറുണ്ട് ഇവിടെ. ഉൾനാടൻ പ്രദേശങ്ങളിൽ റോഡ് പരിപാലനം, ഡ്രെയിനേജ്, കുടിവെള്ള ഗുണനിലവാരം എന്നിവ പ്രധാനമാണ്. 2018 വെള്ളപ്പൊക്കം അതിജീവിച്ചിട്ടും സർക്കാരിന് കേരളം തുടർഭരണം സമ്മാനിച്ചിട്ടും പറവൂർ സതീശനെയും കോൺഗ്രസിനെയും കൈവിട്ടില്ല. അതും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ എന്നത് അവഗണിക്കാനാവില്ല. 2001 P രാജുവിനെ 7434 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തി തുടങ്ങിയ VD സതീശന്റെ യാത്ര 2021 LDF സ്ഥാനാർത്ഥി MT നിക്സനോട് 21301 എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചതുവരെ എത്തി നിൽക്കുന്നു